തോട്ടഭൂമിയുടെ പോക്കുവരവ് റദ്ദാക്കണമെന്ന ഉത്തരവ് പുറത്തുവന്നപ്പോൾ ഞെട്ടിയത് കേരള എസ്റ്റേറ്റ് ഉടമകൾ മാത്രമായിരുന്നില്ല, മറിച്ച് സമീപത്തെ 3 വാർഡുകളിലായി താമസിക്കുന്ന 1000-ൽ പരം കുടുംബങ്ങളും കൂടിയായിരുന്നു. കാരണം ഈ നിയന്ത്രണം ഇവരുടെ തുച്ഛമായ ഭൂമിക്കും ബാധകമായിരുന്നു. എങ്ങനെയാണിത് സംഭവിച്ചതെന്നറിയില്ല. പക്ഷേ 2012 ജൂലൈ മുതൽ ഇവരുടെ നികുതികൾ വില്ലേജ് ഓഫീസിൽ സ്വീകരിക്കാറില്ല, ബാങ്കിൽ നിന്നും ലോണുകൾ അനുവദിച്ചു കിട്ടാറില്ല. എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ സ്വന്തം ഭൂമി വിൽക്കാനും സാധിക്കുന്നില്ല. കുറേ ആൾ പിന്നെ വില്ലേജിൽ പഞ്ചായത്തിലൊക്കെ പോയി ഇതെടുക്കാൻ പറ്റില്ല, താലൂക്ക് പോയി, അവിടുന്ന് ഒരു പരിഹാരം കണ്ടില്ല. അപ്പോൾ പിന്നെ നമ്മളൊന്നുമില്ലാത്ത രീതിയിലപ്പോൾ ഇവിടെ കഴിച്ചു. പ്ലാന്റേഷന് പുറത്ത് താമസിക്കുന്ന ബഷീറിന് പൊളിച്ചിട്ട് തൻ്റെ വീട് നന്നാക്കുകയും വേണം, മകളുടെ കല്യാണം നടത്തുകയും വേണം. പക്ഷേ രണ്ടും നടക്കുന്നില്ല. 4-5 സെന്റിൽ വീടുകൾ വെച്ച് താമസിക്കുന്ന ഇത്തരം 100 കണക്കിന് കുടുംബങ്ങൾ ഇന്ന് ആശങ്കയിലാണ്. ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാർ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുമ്പോൾ ജനങ്ങളിൽ നിന്നുള്ള പ്രതിഷേധങ്ങൾ ഉയരും. ആ പ്രതിഷേധത്തിൻ്റെ ഫലമായിട്ട് ഈ റബ്ബർ എസ്റ്റേറ്റുകൾ മുറിച്ച് വിൽപ്പന നടത്തി അതിൽ നിന്ന് ലാഭം കൊയ്യുന്ന റിയൽ എസ്റ്റേറ്റുകാരെ സഹായിക്കാം എന്നുള്ളതാണ് എന്ന് തന്നെയാണ് ഞങ്ങളെല്ലാം മനസ്സിലാക്കുന്നത്. തോട്ടഭൂമിയല്ലെന്ന് തെളിയിക്കാനുള്ള എല്ലാ രേഖകളും കൈവശമുണ്ടായിട്ടും തങ്ങൾ നേരിടുന്ന ഈ അവഗണന അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് വലിയ സമരപരിപാടികളിലേക്ക് കടക്കുകയാണ് കരുവാരക്കുണ്ടിലെ ഈ കുടുംബങ്ങൾ. ക്യാമറാമാൻ ഫഹീമിനൊപ്പം സൈഫുദ്ദീൻ PC, മീഡിയ 1, മലപ്പുറം.